ഇന്നലെ വൈലത്തൂർ തങ്ങളുടെ മകനാന്ന് പറഞ്ഞൊരു കുറിപ്പ് കണ്ടു. എന്താ പറയുന്നത്? കുരുവട്ടൂരിൻ്റെ ഗിഫ്റ്റ് എന്നാ ഹെഡിങ്. അപ്പോൾ ഒന്നിരായ ഷെയ്ഖുന വൈലത്തൂർ തങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഇവർ പറയാണ് പറഞ്ഞയച്ചിരുന്നു, ഒരാളുടെ സമീപത്ത് ഗിഫ്റ്റ് കൊടുത്തയച്ചിരുന്നു. ആ ഗിഫ്റ്റ് തങ്ങൾ പറഞ്ഞിരുന്നത്ര അത് ഉപയോഗിക്കണ്ടെന്ന്, അത്രാണ് അത് ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിരുന്നത്ര. പിന്നെ ഇതാണ്. എന്നിട്ടോ അത് ഉപയോഗിക്കാതെ ഒരു മൂലയിൽ വെച്ചു. ആരോ എടുത്തു, അത് പൊട്ടിപ്പോയത് വൈലത്തൂർ തങ്ങളെ കറാമത്തുമാണ് എന്നാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഷെയ്ഖുന ഒരു ഗിഫ്റ്റ് വൈലത്തൂർ തങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതാതിൻ്റെ അടുത്ത് അതിരാ. കാരണം എന്താ, വൈലത്തൂർ തങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ആളല്ലേ നമ്മളൊക്കെ. ഞങ്ങളാരും അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. പിന്നെ ആരാണ് ആ ഗിഫ്റ്റ് കൊണ്ടുപോയി കൊടുത്തത്? ഷെയ്ഖുന ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയോ? അത് ഇതിൻ്റെയൊക്കെ മുമ്പ് ഷെയ്ഖുന തന്നെ നേരിട്ട് വൈലത്തൂർ തങ്ങളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അന്ന് നല്ല അത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടുന്ന് അപ്പോൾ പുതിയൊരു ഗിഫ്റ്റ് വന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരാണ് ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നത്? ഇനി അവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കട്ടെ. വലിയൊരു ഗിഫ്റ്റ് അവിടെ ഉണ്ടല്ലോ, ആ ഗിഫ്റ്റ് ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലേ? അത് ഞങ്ങൾക്കൊന്ന് അറിയേണ്ടത്. അതേതാ ഗിഫ്റ്റ് എന്നറിയോ? വൈലത്തൂർ തങ്ങളുടെ മകൻ സയ്യിദ് അവറുകൾ ഈ വാത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഗിഫ്റ്റ് ഇല്ലേ? ശഅറു റസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഥാർ ശഅർ മുബാറക്. റബീഉൽ അവ്വലിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്ന ആ ശഅർ മുബാറക്, അതിനേക്കാൾ വലിയ ഗിഫ്റ്റ് ഇല്ലല്ലോ. ആ ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് ആത്മകഥയിൽ നിന്ന് ശഅർ മുബാറക് ഒഴിവാക്കിയപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, വൈലത്തൂർ തങ്ങൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്തതാരാ? ആരാണ് ആ ഗിഫ്റ്റ് കൊടുത്തത്? അതേ നിങ്ങൾ ആദ്യം തങ്ങളെ അതാരാ കൊടുത്തത്? അതെവിടെ നിന്നാ വന്നത്? ആര് പറഞ്ഞിട്ടാ വന്നത്? ആ ഗിഫ്റ്റ് വൈലത്തൂർ തങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് ഞങ്ങളെ വന്യരായ ഷെയ്ഖുനയാണ്. ആദ്യം നിങ്ങൾക്ക് അങ്ങനെ ഗിഫ്റ്റ് ഒഴിവാക്കാണെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങൾ. അത് മാത്രല്ല, ആ ഗിഫ്റ്റ് പൊതിഞ്ഞു വെച്ചിട്ടുള്ള പട്ടില്ലേ, അത് ഞാൻ കൊടുത്തതാണ്. ഞാൻ അങ്ങ് ദ്വീപിൽ ചെന്നപ്പോ, കവരത്തിയിൽ ചെന്നപ്പോ അവരുടെ ഉപ്പാപ്പയായ ഖാസിം വലിയുല്ലാഹി അവിടുത്തെ മഖാമിൽ വിരിച്ച പട്ട് എനിക്ക് തന്നിരുന്നു. ഞാൻ വന്നപ്പോൾ വൈലത്തൂർ തങ്ങൾ എന്നോട് പറഞ്ഞു, ആ പട്ട് എനിക്ക് കൊടുത്തയച്ചതാണ്. ഞാനത് നേരെ കൊണ്ടുപോയി കൊടുത്തു. ആ പട്ടിലാണത് പൊതിഞ്ഞിരിക്കുന്നത്. ധൈര്യമുണ്ടോ ഞാൻ കൊടുത്ത പട്ടും ഷെയ്ഖുനായുടെ വഴിയിൽ കിട്ടിയ ശഅർ മുബാറക്കും ആ ഗിഫ്റ്റ് വേണ്ട എന്ന് വെക്കാൻ? ആരും സ്വീകരിക്കൂല എന്ന് പേടിച്ചൊഴിവാക്കാൻ ഭയപ്പെടണ്ട. ഞങ്ങൾക്കൊരു ഫോൺ ചെയ്താൽ ഹബീബായ തങ്ങളുടെ ശഅർ മുബാറക്ക് സർവാദരവോടും കൂടി ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങളൊരു ഫോൺ ചെയ്താൽ മതി. ആദ്യം അടിമ പറയും തങ്ങളെ, എന്നിട്ടല്ലേ അത്തറും കുപ്പി, അത്രയിൽ ഒഴിച്ചു കൊടുക്കുന്ന സാധനല്ലേ, അസില് സാധനം ഉള്ളിലിരിക്കണില്ലേ, അത് ഞങ്ങളുടെ ഷെയ്ഖുനയിൽ നിന്നാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ അനുഭവസ്ഥർ എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് എത്ര പറയാനുണ്ടാവും? ഞാൻ പറഞ്ഞില്ലേ,